ഒരു ദിവസം ഒരു പോലീസുകാർ വന്നൊന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരില്ല. ഈ പൈതലിന് കുമ്മുണ്ടോ? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു മാസത്തിലധികമായി അനിയത്തി ഇവിടെ വന്നതാണ്. നമ്മൾ ഈ പോലീസിൽ ഇതിൻ്റെ വിഷയങ്ങൾ പരാതി കൊടുത്തു എന്ന് പറയുന്നത്. എന്താണ് പോലീസിന്റെ ഭാഗത്തുണ്ടായ നടപടി? എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എങ്ങനെ പരാതി കടലാസിൽ എഴുതി കൊടുത്തല്ലേ? പകർപ്പ് വാങ്ങിയിട്ടുണ്ട്. പകർപ്പും കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം പോലെ പോലീസുകാരൊന്ന് വന്നിട്ട് ഒന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ എന്താണ് നമ്മൾ പരാതി കൊടുത്താൽ അതെന്താണ് എന്ന് അവിടെ വരുന്ന സംഭവം നോക്കിയോ ഒന്ന് ഒരു അന്വേഷണം ഒരു പോലീസുകാർ ഇവിടെ എത്തിയില്ല. ഒരു കുട്ടി ഒരു പോലീസിന്റെ തൊപ്പി വെച്ച ഒരാൾ ഈ വീട്ടിൽ കയറിയെങ്കിൽ അവന് പോലീസിന് നല്ല പേടിയുള്ള വെച്ചിരുന്നില്ല. അപ്പോൾ വന്നില്ലെങ്കിൽ ഈ മോക്ക് ഇത് സംഭവിക്കില്ല. ഈ ഉമ്മാനെ കൊന്ന മറ്റേ പയ്യനും ഇവനും ഫ്രണ്ട്സാണ്. ആരെ? പഠിച്ചതാണ് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ നമ്മളൊപ്പം പഠിച്ചാണ്. എനിക്കറിയൂല നമ്മളിപ്പോ എല്ലാവരെയും ഒന്നും കാണൂലല്ലോ. നമ്മളൊപ്പം പഠിച്ചാണെങ്കിൽ അപ്പൊ ഈ മാസ്റ്റർ എന്നോട് പറഞ്ഞു നമ്മളൊപ്പം പഠിച്ചതാണ്. അപ്പൊ എനിക്കറിയൂല എന്ന് പറഞ്ഞു. മോനെ ഇവിടെ ആദ്യം കൊണ്ടുപോക്കാനും വരാനൊക്കെ വരുന്നുണ്ട്. അതിന്റെ തലേന്ന് വരെ വരെ മോളെ കല്യാണത്തിന് തലേന്ന് പേരാമ്പ്ര വന്നു. പോലീസുകാർക്ക് അറിയില്ല. ഈ കുട്ടീന്റെ ഡ്രസ്സ് എന്തോ കത്തിച്ചിട്ട് നിങ്ങളുടെ ആ വീട്ടും പോലീസിന് കൊടുത്തല്ലേ? ഡ്രസ്സ് കത്തിച്ച് ഓൻ തന്നെ സ്റ്റാറ്റസ് എടുത്ത് വീഡിയോ ഒക്കെ ഇട്ടിക്ക്. അപ്പൊ മോളെ സർട്ടിഫിക്കറ്റ് അവിടെയുള്ളത്. അപ്പൊ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഇവരോട് പറഞ്ഞപ്പോൾ ആ സർട്ടിഫിക്കറ്റും കൊണ്ടുപോകാൻ രാവിലെ ഇവിടെ വന്നു. അപ്പൊ നല്ലോണം പോലെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് പോകാന്ന് പറയും. പിന്നെ അവർ പറയുന്നത് ഞാൻ സലാം ചെയ്തിട്ട് ഞാൻ വൈകുന്നേരം വരാം. അപ്പൊ നല്ലോണം പോയോ പിന്നെ തിരിച്ചങ്ങനല്ലേ വരിക. പിന്നെ വന്നിട്ടാണ് പറയുന്നത് മോളെ പിടിക്കുന്നതും വലിച്ചിടുന്നതും കുത്തുന്നതും. ഒരു ദിവസം ഒരു പോലീസുകാർ വന്നൊന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരില്ല. ഈ പൈതലിന് കുമ്മുണ്ടോ? ഇവിടുന്ന് പിന്നെ തൊട്ടടുത്ത് മദ്യക്കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? അതിങ്ങളിപ്പോ വെല്ലൊക്കെ പറയുന്നത് മദ്യം കൊണ്ടുവരുന്ന വിൽക്കുന്നത് ഇതാക്കുന്നത് പബ്ലിക്കായിട്ട് എല്ലാ പരിപാടിയും ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓനെ പറയുന്ന ഉപ്പാനെ ലക്ഷ്യം വെച്ചാൽ ഇവിടെ വന്നത്. പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും ഇവിടെ ജീവിക്കണ്ടേ? ഇവനെ പഠിച്ചിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഓനെ തൂക്കിലേറ്റ ഒരാൾക്കെങ്കിലും ഇങ്ങനെ പെൺകുട്ടി ഒരാൾക്കെങ്കിലും ശിക്ഷ കൊടുത്താൽ സംഭവം നടക്കുക. ആ ഒരാളെ ഇനി പുറത്ത് കടത്തരുത്. ജാമ്യം ഒരാൾക്കും കൊടുക്കരുത്. ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ജീവിക്കണ്ടേ? മക്കളെ വിട്ട് ഞങ്ങൾ ഓരോരുത്തരുടെ നേരെ അനിയത്തിയാണ്. എനിക്കോട് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പോലീസിന്റെ ഈ നിലപാട് ഇത് എല്ലാ ഭാഗത്തും കേരളത്തിലെ ഇതിന്റെ വിഷയം തന്നെയാണ്. എന്തായാലും ഈ നിങ്ങൾ കൊടുത്ത ഈ പരാതി വെച്ചുകൊണ്ട് പരാതി കൊടുക്കാനുള്ള ഗവൺമെന്റ് നിലപാട് നമുക്കറിയാം. പോലീസ് തന്നെയാണ് ഇതില് ഈ സംഗതിക്ക് വളം വെച്ച് കൊടുക്കുന്നതിൽ പ്രധാന ഒരാൾക്ക് ശിക്ഷ കൊടുത്താൽ പിന്നെ ഇങ്ങനെ നടക്കൂല. ഇതെല്ലാത്തിനും പിടിച്ചന്നാ പെടും, കുറച്ച് കഴിഞ്ഞാൽ പുറത്തിറക്കും. അപ്പോൾ ആർക്കും അറിയാം ഒന്നും നടക്കൂല. നമ്മളെന്ത് കളിച്ചാലും പ്രശ്നം ഇല്ലാന്നല്ല. അതുകൊണ്ടാണല്ലോ ഈ കുണ്ടന്മാരൊക്കെ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത്. ഈ അടുത്ത നടപടിയില്ല പറഞ്ഞാണ് ആർക്കും ഒരു പേടിയില്ല. ഈ പൈതൽ മക്കളല്ലേ അനാഥയാകുന്നത്. ഈ പൈതലിനോട് ഇപ്പം എന്താ പറയുക? അതാ എൻ്റെ ഉമ്മാൻ ചോദിക്കുന്നത്. എൻ്റെ ഉമ്മ എന്താ വരാത്ത? എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ആക്കിത്ത നമ്മളെവിടെയാ കൊണ്ടുപോയി ആക്ക്. എന്റെ മോന് ഉറങ്ങിയില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. മോൻ അങ്ങനെ കരയലെന്നില്ല, പക്ഷെ നല്ല കരച്ചിലായിരുന്നു എന്റെ മോന്. ഈ മോളെ മുന്നിലിട്ട് കുത്തിയത് ഈ മോളാ വന്നിട്ട് പറയുന്ന ഉമ്മൻ എന്തോ ചെയ്യുന്നു വാപ്പാന്ന്.